തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. പരസ്യ പ്രചാരണം അവസാനിപ്പിക്കാൻ ഇനി 5 ദിവസങ്ങൾ മാത്രമാണുള്ളത്. വോട്ടിംഗ് മെഷീനുകളിലെ സ്ഥാനാർത്ഥി ക്രമീകരണം ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. 2 ഘട്ടമായി നടക്കുന്ന സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ പരസ്യപ്രചാരണം തീരാൻ ഇനി 5 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഡിസംബർ 9-നാണ് ഒന്നാം ഘട്ടത്തിൽ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പരസ്യപ്രചാരണം 7-ന് വൈകുന്നേരമാണ് സമാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുന്നതാണ് കാണുന്നത്. UDF ആകട്ടെ ശബരിമല അടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാനമായി ഈ പ്രചരണ രംഗത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ LDF വികസന രാഷ്ട്രീയവും ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയും വലിയ തോതിൽ ചർച്ചയാക്കുന്നുണ്ട്. EDയുടെ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങളും സർക്കാരിന് അനുകൂലമായ പ്രചരണ വിഷയമാക്കാൻ LDF ശ്രമിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ കാര്യമായി ശ്രദ്ധ കൊടുക്കാതെ മോദി വികസിത രാഷ്ട്രീയത്തിനാണ് BJP കേരളത്തിൽ വലിയ തോതിൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. അത്തരത്തിൽ മുന്നണികളെല്ലാം പ്രചരണ രംഗത്ത് വളരെ സജീവമാണ്. വോട്ടെടുപ്പിന് ഇനി 4-5 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ശക്തമായ പ്രചരണത്തിലേക്ക് മുന്നണികൾ കടക്കും. രാഷ്ട്രീയ നേതൃത്വങ്ങളിലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം കേരളത്തിൽ പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. ഹൈക്കമാൻഡിൻ്റെ ഭാഗമായ AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ഇന്നു മുതൽ കേരളത്തിൽ സജീവമാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. CPIMൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നു മുതൽ പ്രചരണ രംഗത്ത് സജീവമാകും. മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും മാധ്യമങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരു പരിപാടിക്കും ഇപ്പോൾ രൂപം നൽകിയിട്ടുണ്ട്. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.